ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ എനിക്ക് കുക്കിങ്ങിനൊന്നും വല്ലാണ്ട് സമയമൊന്നും കിട്ടിയിട്ടില്ല. ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം എന്നിപ്പോൾ ഒരേപോലെ ഇപ്പം നമ്മൾക്ക് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ ചെയ്ത പണികളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പം കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റമദാൻ ക്ലീനിങ്ങിൻ്റെ വ്ളോഗൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ അതൊക്കെ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നു ബാക്കി. അപ്പം കുറേയൊക്കെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങൊക്കെ ആദ്യം തന്നെ ചെയ്തു. പുറത്തുനിന്ന് ആളെ വിളിപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചും കൂടി ബാക്കി പണികളുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 1-2 ദിവസത്തെ വ്ളോഗ് കണ്ടതിന് ശേഷം നമ്മുടെ വ്യൂവേഴ്സ് കുറച്ച് പേരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഡ്രസ്സിങ്ങിലൊന്നും എല്ലാവർക്കും ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പം എന്താ പറയുക, സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ അതും ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്റ്റാൻഡ് കൊണ്ട് ഇങ്ങനെ നടക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തൽക്കാലം എനിക്ക് റോസ് മോളെ വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റോസ് ഉള്ളതുകൊണ്ട് വല്ലാണ്ട് വീഡിയോ അങ്ങോട്ട് വല്ലാണ്ട് നന്നായിട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വല്ലാണ്ട് എടുക്കണ്ട, ക്ലീൻ ചെയ്യുന്ന എടുത്താൽ മതി. അപ്പോൾ അവൾക്ക് അതൊക്കെ കൂടി ആയിട്ട് കൺഫ്യൂഷനായിട്ട് അവളെ കൊണ്ടാവുന്ന വിധത്തിൽ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ റീനു ആണെങ്കിൽ കുഞ്ഞിനെ റൂയിമോളെ നോക്കുമായിരുന്നു. റൂയിമോളെ ഒരാൾ നോക്കാതെ ഇതൊന്നും നടക്കില്ല. അപ്പോൾ കുറേശ്ശെ ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ എടുക്കുന്ന പണികളാട്ടോ അത്. അപ്പം ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് കുറച്ചധികം എടുക്കാനും പറ്റി വീഡിയോ. അപ്പം എന്തായാലും ക്ലീനിങ്ങും നടന്നു, എനിക്ക് വീഡിയോയുമായി. അപ്പോൾ ക്ലീനിങ് വ്ളോഗാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഈ പണികളൊക്കെ ഭയങ്കര രസത്തിൽ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനും പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങുന്ന ശേഷം വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷം എന്താ പറയുക, ഈ പണിക്കായിട്ട് വേറെ ആളെ പുറത്തുനിന്ന് വിളിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. എങ്ങനെ നോക്കിയാൽ നമ്മൾ ഉറക്കമൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. എന്നിട്ട് പോലും ഇതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ആയിട്ട് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നാട്ടിൽ പോയി വന്നിട്ട് എന്താ പറയുക, റൂം മാറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പം തൽക്കാലം മാറുന്നില്ല. കാരണം ചിലപ്പോൾ മിക്കാക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ തന്നെയാണ്. എനിക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടാറുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, നല്ല പൊടി ഉണ്ടായിരുന്നു. പൊടിയൊക്കെ തട്ടിക്കൂട്ടാൻ തന്നെ കുറേ ടൈം എടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ, ചെറിയൊരു ക്ലീനിങ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഒരുപാട് ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഷെൽഫിനുള്ളിൽ നിന്ന് കുറേ ഡ്രസ്സുകൾ ഞാൻ പുറത്തെടുത്തിട്ട് അതും ഒന്ന് അടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ ഞാൻ സോഫയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ മടക്കി വെക്കാനുള്ളതൊക്കെ. പിന്നെ അലക്കാനുണ്ടായിരുന്നു കുറേ. എന്താ പറയുക, മടക്കി വെച്ചത് തന്നെ കുറേ കാലം എടുക്കാതാവുമ്പോൾ വേറൊരു മണമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കാനൊക്കെ ഉണ്ടായിരുന്നു. പൊതുവേ റീനുവാണ് ഇതൊക്കെ മടക്കി വെക്കുന്നതൊക്കെ. പക്ഷേ എന്താ പറയുക, റീനുവിനെ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് പിന്നെ അവൾക്ക് അതിനും സമയമില്ലാണ്ടായി. അതുപോലെ 2 ബാൽക്കണിയിലും നിറയെ പൊടിയായിരുന്നു. അതുപോലെ ബാൽക്കണി ഡോറിലൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട്, ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. അടിച്ചു വാരാനൊന്നും നിൽക്കാറില്ല. അടിച്ചു വാരാൻ നിന്നുണ്ടെങ്കിൽ അതും പണിയാണ്. പൊടി ആയിട്ട് പിന്നെ എനിക്ക് പിന്നെ വേറെ അസുഖം വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് വെള്ളം ഒഴിച്ചിട്ട് കണ്ട് ഒഴിക്കാറാണ്. അപ്പോൾ ഇപ്പം ചെടികളൊന്നും ഇപ്പം ഉണ്ടാക്കാനുള്ള മൂഡൊന്നുമില്ല. അത്യാവശ്യം ചട്ടികളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മണ്ണൊക്കെ. പക്ഷേ ഇപ്പോൾ ചെടി ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല, റൂമോളെ കൊണ്ട് നടക്കില്ല. അപ്പം ബാൽക്കണിയും അത്യാവശ്യം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു.
ഞാനത് 2 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നിപ്പം വീഡിയോ എടുക്കാനും അതുപോലെ സ്പെഷ്യലായിട്ട് റെസിപ്പി ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീനിങ് മൊത്തം ഒന്ന് റൂയിമോൾ എഴുന്നേൽക്കുന്ന വരെ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. റൂയിമോൾ ഇപ്പോൾ ഉറങ്ങാണ്. റീനുമാണ് റൂയിമോളെ ഉറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവൾ എഴുന്നേൽക്കുന്ന വരെയുള്ളൂ ഈ പണികളൊക്കെ കേട്ടോ. അവൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരയും, ഭക്ഷണം കൊടുക്കണം, കുളിപ്പിക്കണം, അങ്ങനെ കുറേ പണികൾ എടുക്കുമെന്ന്. ഇത് അലക്കിയ ടോയ്സ് ആട്ടോ. അതിപ്പം റൂയിമോളെ തൊട്ടിയിലാണ് അവിടെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി അതൊക്കെ കൂടി ഒരു കവറിലാക്കിയിട്ട് ഷെൽഫിൽ വെക്കണം. ഇനിയും പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പൊടിയാവുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തൽക്കാലം ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അലക്കാനിടാനുണ്ടായിരുന്നു. അതിനു മുമ്പ് അലക്കിയത് ഉണക്കാനിടാനുണ്ട്. അങ്ങനെ ഒരുപാട് പണികൾ ഒരു ദിവസം കൊണ്ട് കഴിച്ചിട്ടോ. ശരിക്കും നമ്മളിങ്ങനെ ഫോണിൽ ഇരിക്കാണ്ടിരുന്നാൽ തന്നെ നമ്മളെ പണികളൊക്കെ അത്യാവശ്യം കഴിയും. ഈ ഫുൾ ടൈം ഇങ്ങനെ ഫോണിലിരിക്കുമ്പോഴാണ് നമ്മുടെ പണികളൊക്കെ അവിടെ ബാക്കി വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ദിവസം കൊണ്ട് ഞാൻ അത്യാവശ്യം പണിയൊക്കെ എടുത്ത പോലെ തോന്നി. ഒരു മനസ്സിനൊരു സമാധാനം പോലെ പോയി. ഫോണ് വീഡിയോ എടുക്കാൻ മാത്രമാണ് എടുത്തത്. പിന്നെ നെറ്റൊന്നും ഓണാക്കാണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാനലിൽ പോയി നോക്കും, കമൻറ്റ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ നോക്കും, അതുപോലെ വാട്സപ്പും നോക്കും. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാനുള്ളൊരിതുകൊണ്ട്, നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പോകും. അപ്പോൾ അങ്ങനെ നോക്കാൻ നിന്നില്ല. ഒരൊറ്റ സമയത്ത് എല്ലാം കൂടി മോളെ എഴുന്നേൽക്കുന്നവരെ കണ്ടിന്യൂസ് ആയിട്ടാണ്ട് ഇതൊക്കെ ചെയ്തു. കുറേയൊക്കെ ഉണ്ട് ക്ലിയറായി. അപ്പോൾ റീനും റൂയിമോളും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവളെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവിടെ ഇനി ഒന്ന് തുടക്കണം. അടിച്ചു വാരിട്ടുണ്ട്, ഇനി ഒന്ന് തുടക്കണം.
അപ്പോൾ വീണ്ടും ഇതാ മടക്കി വെക്കാനുള്ളത് മടക്കി വെക്കുകയാണ്. കുറേയൊക്കെ ഷെൽഫിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മടക്കി വെക്കുക കേട്ടോ. ഷെൽഫിലെല്ലാം കൂടി മക്കൾ എല്ലാം കൂടി കുത്തിത്തിരികെ വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. പിന്നെ ഇത് അൺബോക്സ് ചെയ്യാനുള്ള ബോക്സൊക്കെ ഇരിപ്പുണ്ട്. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. കുറച്ച് ദിവസത്തിനകത്ത് തന്നെ അതൊക്കെ അൺബോക്സ് ചെയ്യണം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് കുറേ ഈ ആവശ്യമില്ലാതെ ചെരുപ്പുകൾ അവിടെ ചെരുപ്പിൻ്റെ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഷൂസും നമ്മൾ വിചാരിക്കും എല്ലാം നമുക്ക് ആവശ്യമുണ്ടാവുന്നത്, എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരേ ഷൂ അതുപോലെ ചെരുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് കവറിൽ എടുത്ത് വയ്ക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ റോസിനോട് ചോദിക്കുമ്പോൾ റോസിന് പിന്നെ എല്ലാ ഷൂവും അവൾക്ക് ആവശ്യമുള്ളതാണ്. റോസിൻ്റെ മാക്സിമം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കി എൻ്റെതും റീൻ്റെതും ഇക്കടയും ഒക്കെ കുറേയൊക്കെ ആവശ്യമില്ലാത്തൊക്കെ കവറിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പണികൾ ബാക്കിയുണ്ടായിരുന്നു. എന്നാലും കിച്ചണിലോട്ടൊന്നും കയറിയിട്ടില്ല. കിച്ചൺ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അപ്പോഴേക്കും റൂമിൽ എഴുന്നേറ്റ് കുറേയൊക്കെ പണികളൊക്കെ തീർത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാം കുറേ പേർക്കൊക്കെ ഇഷ്ടമുണ്ടാവില്ല. എന്നാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് റെസിപ്പിയൊക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നല്ല അടിപൊളി റെസിപ്പിയുമായിട്ടോ അല്ലെങ്കിൽ വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.